ധന്യാത്മൻ ലളിത സഹസ്രനാമത്തെക്കുറിച്ച് അറിയുവാൻ ഏറെ ജനം ആഗ്രഹിക്കുന്നതായിട്ട് മാധ്യമങ്ങളിലൂടെ കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ലളിത സഹസ്രനാമത്തെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലളിത സഹസ്രനാമം എന്തെന്നും എന്തിനെന്നും അറിയാതിരുന്നവരിൽ പലരും തെറ്റിദ്ധരിച്ചിട്ട് ഇത് മനുഷ്യനെ സർവ്വ ഐശ്വര്യങ്ങളും നേടിത്തരുന്നതിനുള്ള ദിവ്യമന്ത്രങ്ങളാണെന്ന് കരുതി അതിന് പ്രചാരം നൽകി. അങ്ങനെ സർവൈശ്വര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് നാടൊട്ടുക്ക് സർവൈശ്വര്യ പൂജ കണ്ടക്ട് ചെയ്തു. ഹോമങ്ങളും യാഗങ്ങളും നടത്തി. പക്ഷേ അവർക്കൊരു കാര്യം അറിവില്ലാതെ വന്നു. ആശയാഗ്രഹങ്ങൾ കൊണ്ടാണ് ജീവൻ ആത്മതലത്തെ വിട്ട് ജീവതലത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഇഷ്ടകാര്യ സാധ്യാർത്ഥം ഈശ്വരനെ ആരാധിച്ചാൽ അവൻ നിൽക്കുന്ന തലത്തിൽ നിന്നും വീഴും താഴേക്ക് പതിക്കുകയുള്ളൂ. ആശയാഗ്രഹരഹിതനായാൽ മാത്രമേ ഒരുത്തൻ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുകയുള്ളൂ. അതുമല്ലെങ്കിൽ സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ. അതുമല്ലെങ്കിൽ ജന്നത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉപദേഷ്ടാക്കൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവരെ വിശ്വസിച്ച് ആചരിക്കുന്നവർ നരകത്തിൽ നിന്നും നരകത്തിലേക്ക് പതിക്കും. അതുകൊണ്ട് ലളിത സഹസ്രനാമത്തിൻ്റെ ചെറിയതായ വിശദീകരണം നമുക്കിവിടെ പറയാം. ഇതിനു മുൻപ് ലളിത സഹസ്രനാമ പാരായണത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മുൻപ് ഇത് ആർഷമതത്തിൻ്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ആർഷമതത്തിൻ്റെ അടിത്തറ എന്താണെന്ന് നാം ആദ്യം അറിയേണ്ടതുണ്ട്. ആർഷമതത്തിൻ്റെ അടിത്തറ പടുത്തുയർത്തിയിരിക്കുന്നത് പരിണാമ വിപരിണമന സിദ്ധാന്തത്തിലാവുന്നു. പരമാ അണുരൂപേണയാണ് ഈശ്വരൻ സൃഷ്ടി നടത്തിയിരിക്കുന്നതെന്ന് ആർഷദാർശനികർ കണ്ടെത്തി. ഒരു പരമാണുവിന് ദാർശനികൻ പുരുഷനെന്നും ശിവനെന്നുമുള്ള രണ്ട് വിശേഷനാമങ്ങൾ നൽകി. ഇതേ പരമാണുവിന് രണ്ട് തലങ്ങളുണ്ടെന്നും ദാർശനികർ കണ്ടെത്തി. അതിലൊന്ന് ആത്മതലവും മറ്റൊന്ന് ജീവതലവും ആകുന്നു. ആത്മതലത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാണുവിന് ചലനാചലനങ്ങളില്ല. ആഹാര നിഹാരാദികളൊന്നും വേണ്ട. സുഖദുഃഖങ്ങൾ അവിടെയില്ല. സ്വസ്ഥമായ അവസ്ഥയാണ് ആത്മതലം. കാലാനുസൃതമായിട്ട് ആത്മതലത്തിൽ നിന്നും ജീവതലത്തിലേക്കും ജീവതലത്തിൽ നിന്നും ആത്മതലത്തിലേക്കും താഴ്ന്ന ഉയർന്നു പോകത്തക്ക രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഉദാഹരണം, ഒരു ക്ലോക്കിലെ സൂചി ഒന്നിൽ നിന്നും ആരംഭിച്ച് 2, 3, 4, 6, 9, 12 ഒന്നിൽ വിലയിക്കുന്നു. വീണ്ടും ഒന്നിൽ നിന്ന് വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മതലത്തിൽ നിന്നും ജീവതലത്തിലേക്കും ജീവതലത്തിൽ നിന്നും ആത്മതലത്തിലേക്കും ഇറങ്ങിക്കയറുന്ന രീതിയിലാണ് സൃഷ്ടി. ഈ ജീവതലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആത്മതലത്തെ ജ്യോതിസായിട്ടും ജീവതലത്തെ തമസായിട്ടുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജീവതലം സ്വീകരിക്കുന്ന ജീവന് വിഹരിക്കുവാൻ ഈശ്വരൻ ഒരു 7 നിലകളുള്ള ഗോപുരം സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതിന് ആധാരചക്രങ്ങളെന്നാണ് വേദം വിശേഷിപ്പിച്ചിരിക്കുന്നത്. സാധാരണ മനുഷ്യൻ പടുത്തുയർത്തുന്ന ഗോപുരം താഴെ നിന്നും മുകളിലേക്കാണെങ്കിൽ ഈശ്വരൻ നൽകിയിരിക്കുന്ന ഗോപുരം മുകളിൽ നിന്ന് താഴേക്ക് ക്രമാനുഗതമായിട്ട് സാവധാനത്തിൽ ഓരോ ജന്മം കഴിയുന്നതിനനുസരിച്ചാണ് മെല്ലെ 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 രൂപപ്പെടുന്നത്. ആദ്യമായിട്ട് ആത്മതലത്തിൽ നിന്നും ജീവതലത്തിലേക്ക് ഇറങ്ങുന്ന ജീവന് ലഭിക്കുന്നത് ജന്തുലോകമാണ്. ആ ജന്തുലോകത്തിൽ ഇരുന്ന് തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും മരിച്ചും ഓരോ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. മാറി 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 മുകളിൽ നിന്നും താഴാമത്തേതായ
ആറാമത്തെ നിലകൾ രൂപപ്പെടുമ്പോൾ സ്വാധിഷ്ഠാന ചക്രം എന്നാണ് പറയുന്നത്. സ്വാധിഷ്ഠാന ഫ്ലാറ്റ് രൂപപ്പെട്ടു കഴിഞ്ഞു. അവിടെ നിന്നും താഴെ നട്ടെല്ലിൻ്റെ കീഴറ്റ് മൂലാധാര ചക്രം രൂപപ്പെടുമ്പോൾ ജന്തുലോകത്തിൽ നിന്ന് മനുഷ്യ ആകാരത്തോടുകൂടിയായിത്തീരും ജീവൻ. മനുഷ്യാകാരം സിദ്ധിച്ച ജീവൻ ഇണകളുമായി ചേർന്ന് കുടിച്ച് കളിച്ച് രസിച്ച് രമിച്ച്, കുടിച്ച് കളിച്ച് രസിച്ച് രമിച്ച്, മരിച്ച് പുനർജനിച്ച്, അങ്ങനെ എത്രയോ ജനനങ്ങൾ കഴിയുന്നതനുസരിച്ച് ഈ ആസ്വാദ്യ വസ്തുക്കളോട് ആസ്വാദനം കുറയും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പഞ്ഞി വെള്ളത്തിൽ മുക്കി താഴെ ഇട്ടാൽ അത് ഭൂമിയുടെ പ്രതലത്തിൽ ഒട്ടി നിൽക്കും. സൂര്യകിരണങ്ങളേറ്റ് ആ പഞ്ഞിയിലെ ജലകണങ്ങൾ ബാഷ്പീകരിക്കപ്പെട്ടു പോയാൽ, പൂർണ്ണമായും ബാഷ്പീകരിച്ചാൽ മെല്ലെ പഞ്ഞി മെല്ലെ മെല്ലെ മേലേക്ക് ഉയരും. അതുപോലെ ജീവന് ഈ പ്രകൃതിയോടുള്ള ആസക്തി കുറയുന്നതിനനുസരിച്ച് മേളിലേക്ക് കയറും. അപ്പോൾ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയ അതേ ആധാരചക്രങ്ങളിലൂടെ തന്നെയാണ്, അഥവാ സവിധങ്ങളിലൂടെ തന്നെയാണ്, ഫ്ലാറ്റുകളിലൂടെ തന്നെയാണ് ജീവന് മുകളിലേക്കും കയറേണ്ടി വരുന്നത്. മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ഓരോ കയറ്റത്തിനനുസരിച്ച് സ്വഭാവ സവിശേഷത മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരമാണു ജീവതലം സ്വീകരിച്ചു, അതിന് ഒടുവിൽ മനുഷ്യ ശരീരം കിട്ടി ജനിച്ചു മരിച്ച ഉടനെ ആസക്തി കുറയുന്നതിനനുസരിച്ച് അതവിടുന്ന് മേലേക്ക് കയറുന്നു. പിന്നെ മേലേക്ക് കയറി ആത്മതലത്തിൽ തിരിച്ചെത്തും. യാത്ര ആരംഭിച്ച തലത്തിൽ തന്നെ തിരിച്ചെത്തുന്ന ക്രിയ. ഈ പരിണാമ വിവരണ സിദ്ധാന്തം, അതായത് നീരാവി ഘനീഭവിച്ച് വെള്ളമാവുന്നു, വെള്ളം ഘനീഭവിച്ച് മഞ്ഞുകട്ടയാവുന്നു. മഞ്ഞുകട്ടയിൽ നിന്ന് മറ്റൊരു പരിണാമമില്ല. മഞ്ഞുകട്ട തപിച്ച് വെള്ളമാവുന്നു, വെള്ളം നീരാവിയാവുന്നു. യാത്ര ആരംഭിച്ച സ്ഥലത്ത് പുറപ്പെടുന്ന ഒരു വൃത്താകൃതി സിദ്ധാന്തമാണ്. ഇനി നമുക്ക് ഹയഗ്രീവനാണ് ഈ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ലളിതാ സഹസ്രനാമത്തിൽ 1000 നാമത്തിലൂടെ രതി ആസ്വാദന ചാനലുകളാണ് ജീവന് വിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളത് എന്ന് കണ്ടെത്തി. ആ രതിയാസ്വാദനം ആത്മതലം വിടുന്നു. ആത്മതലം വിട്ടാൽ ജീവന് രതി ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അത് തമസിലേക്കാണ് ഇറങ്ങുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആ തമസിലേക്ക് ഇറങ്ങുന്നതിന് വേദം അഥവാ ഹയഗ്രീവ ഋഷി ഇങ്ങനെ പറയുന്നു: കാളകണ്ഠീ കാന്തിമതി ക്ഷോഭിണീ സൂക്ഷ്മരൂപിണി. കാളകണ്ഠി തമസിലേക്കാണ് ജീവൻ പതിച്ചിരിക്കുന്നത്. ആത്മതലത്തിൽ ചലനമറ്റ് നിശ്ചലതയിലിരുന്നിരുന്ന പരമാണു ഇപ്പോൾ ക്ഷോഭിണി സൂക്ഷ്മരൂപിണി, സൂക്ഷ്മരൂപത്തിൽ ചലിക്കത്തക്ക രീതിയിലായി. ഇനി അവിടുന്ന് ഇണചേർന്നും തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും അത് അവിടുന്ന് താഴേക്ക് അടുത്ത നില, ഈശ്വരൻ നൽകിയിരിക്കുന്ന അടുത്ത നില രൂപപ്പെടുന്നു. വിശുദ്ധി ചക്ര നിലയെ ആരക്തവർണാതിലോചന കഠ്വാം ഗാതി പ്രഹരണ വദനൈക സമന്വിത. ഒന്നാമത്തെ നില, വദനം എന്ന് വെച്ചാൽ മുഖം എന്ന് പറയുന്നത് ഒന്നാമത്തെ നിലയാണ്, ഒരു ഗോപുരത്തെയാണ് പറയുന്നത്. വദനൈക സമന്വിത, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. കാലം കൊണ്ടാണ് ഇറങ്ങിയത്. വീണ്ടും ആ നിലയത്തിലിരുന്ന് എന്തു ചെയ്യും? പായസാന്നപ്രിയാതൊക്സ്ത പശുലോക ഭയങ്കരി. പായസാന്നപ്രിയാണ്. ഇതിൻ്റെ അർത്ഥമറിയാതെ ആളുകൾ ദൈവത്തിന് പായസവും ചോറും കറിയും ഇഷ്ടമാണെന്ന് കരുതി ചോറും കറികളൊക്കെ നൈവേദ്യം തുടങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ പായസം എന്നുള്ള പദത്തെ വിഘടിച്ചിട്ട് വേണം അർത്ഥം എടുക്കാൻ. പായം പ്ലസ് സാ പ്ലസ് അന്നം. പായം എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. സാ വിശേഷിപ്പിക്കുന്ന വാക്കാണ്. അന്നം എന്ന് വെച്ചാൽ ആഹാരാദായ പദാർത്ഥങ്ങൾ. അപ്പോൾ ആത്മതലത്തിൽ ഇരുന്ന പരമാണുവിന് ആഹാരനിഹാരാദികൾ ഒന്നും വേണ്ടിയിരുന്നില്ല. അത് ജീവതലം സ്വീകരിച്ചപ്പോൾ ഇപ്പോൾ അതിന് ജലവും വായുവും വെളിച്ചവും ആഹാരപദാർത്ഥങ്ങളും കൂടാതെ ജീവിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ വിശുദ്ധ ചക്രമാവുന്ന നിലയത്തിലിരുന്ന്
ജീവികൾ തിന്ന് കുടിച്ച് രസിച്ച് രമിച്ച് മരിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പാകമാകുമ്പോൾ വീണ്ടും അടുത്ത നിലയത്തിലേക്ക് താഴേക്ക് ഇറങ്ങുന്നു. വിശുദ്ധി ചക്ര നിലയത്തിന്റെ താഴെ അനാഹതം എന്ന ഫ്ലാറ്റാവുന്നു. അനാഹത സവിതം, അനാഹത ചക്രമെന്നും പറയുന്നു. അനാഹതാബ്ജനിലയെ ശ്യാമാഭാവതനദ്വയ. അപ്പോൾ ശ്യാമയെന്നാണ്, കാളിയെന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്രയോ കാളിക്ഷേത്രങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ദാർശനികൻ വിവരിച്ചിരിക്കുന്ന കാളി, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാളി ഒരു ദേവതയല്ല, പിന്നെ ആരാണ്? കട്ടുറുമ്പും കാരാമ്പാറ്റയും ഞാനും നിങ്ങളും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളായി രൂപം ധരിച്ചിരിക്കുന്ന ഈ ഭൂതത്തെയാണ് രൂപത്തോടും കൂടി ഭൂതത്തെയാണ് ഋഷി കാളിയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അനാഹതാബ്ജനിലയെ ശ്യാമാഭാവതനദ്വയ. രണ്ടാമത്തെ നിലയം, രണ്ടാമത്തെ മുഖം രൂപം കൊണ്ട്. അതിലുപരി ദംഷ്ട്രോജ്വല, ഉഗ്രങ്ങളായ ദംഷ്ട്രകളോടുകൂടിയ ജീവികളായിട്ട് അത് പരിണമിച്ചു. ഉഗ്രദംഷ്ട്രങ്ങളായ ജീവികളേതാണ്? സിംഹം, കടുവ, പുലി, പൂച്ച, നായ്. ദംഷ്ട്രോജ്വല അക്ഷമാലാദിതര ഇന്ദ്രിയങ്ങളോടുകൂടിയുണ്ട്. അതിനുപരി രുധിര സംസ്ഥിത, രക്തത്തോടുകൂടിയുള്ള ജീവികളായിട്ട് പരിണമിച്ചു. അവിടുന്ന് തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും, തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും മരിച്ചും കാലങ്ങൾ കഴിയുമ്പോൾ അനാഹതാബ്ജ നിലയത്തിൽ നിന്ന് അടുത്ത നിലയം രൂപം കൊള്ളും. മണിപൂരാബ്ജ നിലയേ വദനത്രയ സംയുത. അപ്പോൾ മൂന്നാമത്തെ നിലയത്തിലേക്ക് ഇറങ്ങി. മൂന്നാമത്തെ നിലയത്തിൽ ഇരുന്ന് ജീവികൾ തിന്നുകുടിച്ച് രസിച്ച് രമിച്ച് മരിച്ച്, തിന്നുകുടിച്ച് രസിച്ച് രമിച്ച് മരിച്ച് അവിടുന്നും പാകമാവുമ്പോൾ അടുത്ത നിലയം, താഴെയുള്ള സ്വാധിഷ്ഠാന നിലയം അഥവാ സ്വാധിഷ്ഠാന ചക്രം രൂപം കൊള്ളും. സ്വാധിഷ്ഠാന അംബുജഗത ചതുർവക്ത്ര മനോഹര, 4 മുഖത്തോടുകൂടിയ 4ാമത്തെ നിലയും രൂപം കൊണ്ടു. ഇതോടുകൂടി ഈ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക്, സഹസ്രാര പത്മത്തിൽ നിന്നും സ്വാധിഷ്ഠാന ചക്രം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ജീവന്റെ ജന്തുലോകയാത്രക്ക് അവസാനം വരുന്നത് സ്വാധിഷ്ഠാന നിലയത്തിലെത്താണ്. അവിടെ നിന്ന് 7ാമത്തെ നില, അത് നട്ടെല്ലിന്റെ കീഴറ്റമാണ്. അതിന് മൂലാധാര ചക്രം എന്നാണ് ഋഷി വിശേഷിപ്പിച്ചിരുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ജന്തുലോകമാവുന്ന ശരീരം, ജന്തുക്കളുടെ ശരീരം പോയിട്ട് അതേ പരമാണുവിനെ മനുഷ്യ ആകാരം ലഭിക്കുന്നു. അതിങ്ങനെ പറയുന്നു: മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്തി സംസ്ഥിത. 5 മുഖങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ മുഖം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മെ പോലെയുള്ള മുഖമല്ല, ഓരോ നിലയങ്ങളെയാണ് അത് ചക്രങ്ങളെയാണ് മുഖമായിട്ട് വിശേഷിപ്പിന്റെ. ഓരോ നിലയങ്ങളിലിരിക്കുമ്പോൾ വ്യത്യസ്ത മുഖങ്ങളോടുകൂടിയായിരിക്കും ജീവന്റെ കാഴ്ചപ്പാട്. അതിനെ മുഖമായിട്ട് വിശേഷിപ്പിച്ചു. ഇനി ഇവിടെ ഇരുന്ന് തിന്നുകുടിച്ച് രസിച്ചും ജനിച്ചും മരിച്ച്, തിന്നുകുടിച്ച് രസിച്ച് രമിച്ച് മരിച്ചു വരുമ്പോൾ അവിടുന്ന് ഇതിനുള്ള ആസക്തി കുറയുമ്പോൾ അവിടുന്ന് ജീവൻ ഇനി യാത്ര പുറപ്പെട്ടു. അതോടെ പരിണാമത്തിന് അന്ത്യം കുറിച്ചു. ആത്മതലത്തിൽ നിന്നും ജന്തുലോകത്തിലേക്ക് ഇറങ്ങി ഇപ്പോൾ മനുഷ്യ ശരീരം ലഭിച്ചതോടുകൂടി പരിണാമം അവസാനിച്ചു. ഇനി അവിടുന്ന് യാത്ര പുറപ്പെട്ട സ്ഥലത്തേക്ക്, ആത്മതലത്തിലേക്കുള്ള യാത്രയാണ്, തിരിച്ചുള്ള യാത്ര. അതിന് വിപരിണമനം എന്നാണ് പറയുന്നത്. ആ വിപരിണമനത്തെക്കുറിച്ച് ലളിതാ സഹസ്രനാമത്തിൽ ഹയഗ്രീവൻ ഈ രീതിയിൽ പറയുന്നു: മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വേദിനി. മൂലാധാര ചക്രമാവുന്ന ആ ഗ്രന്ഥിയെ ഭേദിച്ചിട്ട് ജീവൻ അവിടുന്ന് മേലേക്ക് ഉയരുന്നു. മണിപൂരാബ്ജ നിലയെ വിഷ്ണുഗ്രന്ഥി വേദിനി. മണിപൂര ചക്രത്തിൽ വിഷ്ണുഗ്രന്ഥിയാണുള്ളത്. അപ്പോൾ മൂലാധാര ചക്രത്തിൽ നിന്ന് അതിനെ ഭേദിച്ച് മണിപൂരക ചക്രമാവുന്ന വിഷ്ണുഗ്രന്ഥിയിലെത്തി അതിനെയും ഭേദിച്ചിട്ട് അനാഹതാബ്ജ നിലയെ വിഷ്ണുഗ്രന്ഥി ആജ്ഞാചക്രാബ്ജ നിലയെ രുദ്രഗ്രന്ഥി വേദിനി. ആജ്ഞാചക്രസ്ഥാനത്ത് രുദ്രഗ്രന്ഥിയാണുള്ളത്. അതിനെയും
ഭേദിക്കുന്നു. ആജ്ഞാചക്രത്തിൽ എത്തുമ്പോൾ എന്തുണ്ടാവും? ജീവന്. അപ്പോൾ ഇപ്പൊ 5 മുഖമല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി 6ാമത്തെ മുഖം തിരിച്ചെത്തുമ്പോഴാണ് അത് രൂപം കൊള്ളുന്നത്. ആജ്ഞാചക്രാബ്ജനിലയി ശുക്ലവർണ ഷഡാനന. അപ്പൊ 6 മുഖത്തോടുകൂടി ശുക്ലവർണം എന്ന് വെച്ചാൽ തിരിച്ചു പോകുന്ന ജീവൻ ആജ്ഞാചക്രസ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ശുക്ലവർണം എന്ന് വെച്ചാൽ വെണ്മയാർന്ന നിറം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്നും ഭിന്നമായി കണ്ടിരുന്ന ഈ ദൃശ്യപ്രപഞ്ചമൊക്കെ അവരിൽ നിന്നും അപ്രത്യക്ഷമായി പോവും എന്നാണ് സാരം. പിന്നെ കാണുവാൻ ഒരു സൂചിക്ക് കുത്തുവാൻ പോലും ഒരിടം കാണുവാനുണ്ടാവില്ല. അപ്പോഴേക്കും 6ാമത്തെ മുഖം അവന് രൂപപ്പെട്ടിരിക്കും. ആജ്ഞാ ചക്രാബ്ജ നിലയെ ശുക്ലവർണ ഷഡാനന. മുരുകന്റെ മറ്റൊരു പര്യായമായിട്ട് സുബ്രഹ്മണ്യന്റെ മറ്റൊരു പര്യായമായിട്ട് സുബ്രഹ്മണ്യൻ എന്ന് വെച്ചാൽ സുബ്രഹ്മത്തിൽ തപസ്സിലൂടെ എത്തിയ ആളാണ് അദ്ദേഹം. ആജ്ഞാചക്രസ്ഥാനത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഷഡാനനൻ എന്ന വിശേഷനാമം ഉണ്ടായത്. ഇനി ഇവിടുന്ന് സഹസ്രാരാംബുജാരൂഢ സുധാ സാരാവിവർഷ. സുധാ എന്ന് വെച്ചാൽ അമൃതം എന്നർത്ഥം. അപ്പോൾ ആ അമൃത് എന്ന് വെച്ചാൽ ജനന മരണം ഇല്ലാത്ത സ്ഥലത്തേക്ക് വീണ്ടും ജീവൻ തിരിച്ച് അഥവാ പരമാണു തിരിച്ച് ആത്മതലത്തിലേക്ക് കയറി. അപ്പോൾ ഈ പരിണാമ വിവരണമനങ്ങളെക്കുറിച്ചാണ് ആർഷഗ്രന്ഥത്തിന്റെ ഭാഗമായ ശ്രീ ലളിതാ സഹസ്രനാമത്തിലൂടെ ഋഷി ഹയഗ്രീവൻ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ പലതും തെറ്റായിട്ട് തെറ്റിദ്ധരിച്ചു, പലതും ആയിപ്പോയി. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുമ്പോൾ ഗുരുമുഖത്ത് നിന്ന് ഗുരു ആരാണ് എന്ന് ഇതിനു മുൻപ് പറഞ്ഞതാണ്. എങ്കിലും സംക്ഷിപ്തമായിട്ട് പറയാം. 4 യോഗമാർഗങ്ങളിലൂടെ തപസ് ആചരിച്ച് താനും തന്നിൽ നിന്ന് ഭിന്നമായി കാണുന്ന ദൃശ്യവസ്തുക്കളും താൻ തന്നെയാണ് അഥവാ ഈശ്വരൻ തന്നെയാണ് എന്ന് കണ്ടറിഞ്ഞ ഋഷീശ്വരന്മാരാണ് വേദങ്ങളുടെ ഉപജ്ഞാതാക്കൾ. അപ്പോൾ അവരാൽ വിരചിക്കപ്പെട്ടിരിക്കുന്ന വേദസാരം അറിയണമെങ്കിൽ അവരോളം ഉയർന്ന മറ്റൊരു ആചാര്യനെ എത്തൂ. ആചാര്യൻ ചമഞ്ഞതുകൊണ്ട് ആരും ആചാര്യനാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രസാരത്തിനൊക്കെ വലിയ ശാസ്ത്രത്തിന് തെറ്റുപറ്റിയില്ല, ശാസ്ത്രത്തെ തെറ്റിപ്പിച്ച് കളഞ്ഞു പലരും. അതുകൊണ്ട് ഇത് വിശദീകരിച്ച് കൂടുതലങ്ങോട്ട് പോകേണ്ടി വരും. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഇതിവിടെ നിർത്തുന്നു. ശിഷ്ടമുള്ള ഭാവം പിന്നീട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേൾക്കാം. നിങ്ങൾക്കേർക്കും എൻ്റെ പ്രണാമം.